റോമൻ ചക്രവർത്തിയും മതത്യാഗിയുമായ ജൂലിയൻ തന്റെ സ്വന്തം സാമ്രാജ്യത്തിൽ പേഗൻ മതം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിച്ചു. പേർഷ്യക്കാരോടുള്ള യുദ്ധത്തിന് പുറപ്പെടും മുമ്പ് മിത്രാദേവിയുടെ അമ്പലത്തിൽ പ്രവേശിച്ച് വഴിപാട് കഴിപ്പിക്കുകയും യുദ്ധത്തിൽ ജയിക്കുന്ന പക്ഷം തന്റെ സാമ്രാജ്യത്തിലെ ക്രിസ്ത്യാനികളെ മുഴുവൻ ദേവിക്ക് ബലിയർപ്പിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ഈ നേർച്ചയെപ്പറ്റി അറിഞ്ഞ കേസറിയയിലെ മെത്രാനായ വിശുദ്ധ ബേസിൽ തന്റെ കീഴിലുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും വിളിച്ചു കൂട്ടുകയും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗമെന്ന് ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു. എല്ലാവരും പരിശുദ്ധ കന്യാമറിയത്തിൽ അഭയം ഗമിക്കുകയും പേർഷ്യക്കാരോടുള്ള യുദ്ധത്തിൽ ജൂലിയൻ പരാജയപ്പെടുകയും ചെയ്തു. ശത്രുകരങ്ങളിൽപ്പെട്ട് മരിക്കുന്നതിനേക്കാൾ അഭികാമ്യമായ കാര്യം ആത്മഹത്യയാണെന്ന് കരുതി സ്വന്തം വാളെടുത്ത് ചങ്കിൽ കുത്തിയതക്കി അദ്ദേഹം മരിച്ചു. അവിടെ നിന്ന് പ്രവഹിച്ച രക്തത്തിൽ കൈകൾ മുക്കി ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി ഇപ്രകാരം ജൂലിയൻ വിളിച്ചു പറഞ്ഞു: അല്ലയോ ഗലീലിയ, നീ തന്നെ വിജയിച്ചിരിക്കുന്നു എന്ന്. ഇന്ന് തിരുസഭയിലെ വലിയ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും പ്രാർത്ഥനയും ക്രിസ്ത്യാനികൾ മുറുകെ പിടിച്ചിരിക്കുന്നു. തൊഴിലില്ലായ്മ, ഭക്ഷ്യക്ഷാമം, അസമാധാനം, പകർച്ചവ്യാധി എന്നിവയിൽ നിന്ന് രക്ഷപ്പെടാനായി ക്രിസ്ത്യാനികൾ പുരാതന കാലം മുതലേ മാതാവിനോടുള്ള ഭക്തിയും വണക്കവും കാത്തു സൂക്ഷിച്ചിരുന്നു. ഈ പാരമ്പര്യത്തിൽ നിന്നാണ് വണക്കമാസ ആചരണം ക്രിസ്തീയ സഭയിൽ ഉയർന്നു വന്നത്.